ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതവും ഗോവിന്ദും വരണ കാണുമ്പോഴേക്കും കാഞ്ചന പറയുന്നുണ്ട്, ദേ അവരിപ്പോൾ ഇണക്കുരുവികളെ പോലെ വരുവാണല്ലോ എന്ന് പറയുമ്പോൾ രേഖ പെട്ടെന്ന് കാഞ്ചനെ വട്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അയ്യോ, അവർ ശരിക്കും ശത്രുക്കളെ പോലെ തന്നെയാണ്. കാഞ്ചനയുടെ ചേച്ചിക്ക് അതൊക്കെ തോന്നണതാണെന്ന് പറയുവാണ്. അത് ഇമാജിനേഷൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ തോന്നണമായിട്ട് ഇങ്ങനെ പറയുവാട്ടോ. ആ സമയത്ത് നമ്മുടെ ഗീതു ഗോവിന്ദും കൂടിയിട്ട് ഡൈനിങ് ടേബിളിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രിയ പോകാൻ പോകുമ്പോൾ രേഖ പറയണ്ട, അയ്യോ പ്രിയ പോകണ്ട, അവരവരുടെ റൊമാൻസായിട്ട് അവിടെ ഇരുന്നോട്ടെ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, നീ ഇനി നിനക്ക് ഇഷ്ടമുള്ള പോലെ മാപ്പ് പറഞ്ഞോ എന്ന് പറയുമ്പോൾ മാപ്പ് ഞാൻ എന്തിനെ പറയണത് എന്നിങ്ങനെ പറയാണ്. നിങ്ങളെൻ്റെ പൊന്നു കണ്ണനല്ലേ കണ്ണേട്ടൻ എന്നിങ്ങനെ പറയുവാണ്. ഗീതു, ഞാൻ വീഴാണ്ട് നോക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നിങ്ങനെ പറയുവാട്ടോ. ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രിയയും രേഖയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എൻ്റെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് പോകും കണ്ണേട്ടാന്ന് പറയുന്നത്. കൈവെള്ളയിൽ വെക്കണ്ട, നീ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയാൽ മതി, ഞാനേ ചേർത്ത് പിടിക്കുന്നുണ്ട് കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ ഭദ്രനും വിലാസിനത് കാണുവാട്ടോ. അയ്യോ എടി ചതിച്ചല്ലോടി, ഡൈവേഴ്സ് പേപ്പറിൽ ഗീതുവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് എന്നിട്ട് അവർ രണ്ടുപേരും ഒന്നായി വരുന്നത് എങ്ങനെ രാധികാമ കണ്ട തന്ന പൈസ തിരിച്ചു മേടിക്കുമല്ലോ എന്നിങ്ങനെ പറയുവാട്ടോ. അങ്ങനെ ഗീതുവും നടന്ന് പോവാണ്. പാപ്പി അപ്പച്ച എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഗീതു പറയും, അപ്പച്ചനോടാണ് ഇഷ്ടം കൂടുതലെന്ന് പറയുമ്പോൾ, ആഹാ നീ എന്നെ അപ്പച്ചനാക്കിയില്ലെന്ന് പറയുമ്പോൾ, അയ്യോ നിങ്ങളെൻ്റെ പൊന്നു കണ്ണനല്ലേ കണ്ണേട്ടൻ എന്നിങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഭദ്രന് വിലാസിനേക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാധികാമ്മ കണ്ടാൽ പിന്നെ തീർന്നു. അങ്ങനെ റൂമിലേക്ക് വരുമ്പോഴേക്കും ഗീത് പറയുന്നുണ്ട്, മാപ്പ് പറയണ മുമ്പ് എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് കണ്ണേട്ടാന്ന് പറയാണ്. നീ പറഞ്ഞു, എന്താ നിനക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, അതെ നിങ്ങൾ ഞാൻ ആദ്യം കണ്ണേട്ടാന്ന് വിളിക്കാറില്ലേ, അത് ഞാൻ വെറുതെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷേ ഇപ്പോൾ വിളിച്ച് എനിക്കത് ഭയങ്കര ഒരു സ്നേഹത്തോടെയുള്ള വിളിയായിപ്പോയി. കാരണം എന്താണെന്നറിയാവോ, ഞാൻ പൂജാ റൂമിൽ പൂജിക്കുന്ന ഭഗവാനുണ്ടല്ലോ ശ്രീകൃഷ്ണനാ. അപ്പോൾ ആ കണ്ണനെ ഞാനിങ്ങനെ പൂജിക്കുമ്പോൾ കണ്ണാന്ന് പറഞ്ഞ് ഇപ്പോൾ കണ്ണേട്ടാന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു ഭക്തിയും ഒരു സ്നേഹവും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുകയാണ്. എൻ്റെ പൊന്നു കണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസൊക്കെ കളിക്കാൻ പോയാട്ടോ. അങ്ങനെ കണ്ണൻ്റെ പാട്ടൊക്കെ ഗീതു പാടുന്നുണ്ട്, കൂടെ നമ്മുടെ ഗോവിന്ദനെ വിളിച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, ശരി മാപ്പ് പറയണ മുമ്പ് എനിക്ക് നിന്നോടും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുവാണ്. അതെന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാനിവിടെ നിനക്ക് ഡൈവേഴ്സ് തരണം, നീ ഇവിടുന്ന് പോകണം, എനിക്ക് താലി തന്നിട്ട് നീ ഇവിടുന്ന് പോകണമെന്നൊക്കെ ഞാൻ നിന്നോട് പറയണില്ലേ. അത് നിന്നുള്ള വെറുപ്പ് കൊണ്ടോ ഇഷ്ടക്കുറവ് കൊണ്ടോ ഒന്നുമല്ല ഗീതു, ഇവിടെ നീ രക്ഷപ്പെട്ടോട്ടെ വെച്ചിട്ട് ഞാൻ പറയണതാണെന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് അറിയാമെന്നേ. ഒരു ദിവസം ഞാൻ അയ്യപ്പേട്ടനും കണ്ണേട്ടനും കൂടി സംസാരിക്കണതേ ഒളിഞ്ഞു കേട്ടിരുന്നു. അമ്പടി കൊച്ചു കള്ളി, നീ ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വെറുതെ ഒന്ന് തൊടുമ്പോൾ തന്നെ ഗീതു നിലത്തേക്ക് ഉരുണ്ട് ഇങ്ങനെ വീഴുവാട്ടോ. അയ്യോ ഗീതു എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് തപ്പുന്നുണ്ട് കേട്ടോ. അതവർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാണ്ട് ഗോവിന്ദിൻ്റെ കൈ കൊണ്ട് ഗീതു നിലത്തേക്ക് വീണ് പോവാണ്. അതിനുശേഷം നമ്മുടെ ഗീതുവും ഗോവിന്ദും കൂടിയിട്ട് ഗീതു നിലത്തിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് വീണ്ടും ഗീതുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, ശരി എങ്കിൽ നീ പറഞ്ഞോ, ഇനി മാപ്പ് പറഞ്ഞെന്ന് പറയാണ്. അതെ ഞാനോ മാപ്പ്, അയ്യോ എൻ്റെ കണ്ണേട്ടൻ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു, എല്ലാത്തിനും കാരണം ഞാനാണേ, ഞാൻ മാപ്പ് പറയാം. മാപ്പ് അല്ലെങ്കിൽ ഞാനെതിരെ മാപ്പ് പറയണത്, നിങ്ങളല്ലേ എന്നോട് മാപ്പ് പറയേണ്ടത് ശരിക്കും എന്ന് പറയുവാണ്. ആ സമയത്ത് ഗോവിന്ദ് ഞാനോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വരുൺ വരുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവരെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോയിട്ട് രാധികാമ്മടുത്ത് പറയുക കേട്ടോ. അമ്മ ഇതേ അവരുടെ ഒരു റൂമിൽ ഒരുമിച്ചിരിക്കുക, പരസ്പരം കെട്ടിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പ്രിയ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, പക്ഷേ ഈ പ്രിയയുടെ ഒരു കാര്യം, അവൾക്ക് എന്താണെന്നറിയാമോ ഗീതുവായിട്ട് അവനെ യോജിപ്പിച്ച് വെക്കാൻ കാരണം, ഗോവിന്ദൻ ഇപ്പോൾ ഗീതു ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ വേറെ പെണ്ണൊന്നും കെട്ടില്ലെന്ന് അവൾക്കറിയാം. അപ്പം തൻ്റെ ചേട്ടൻ്റെ ജീവിതം വഴിയാധാരമായി പോകുമെന്ന് വെച്ചിട്ട് ആ പൊന്നു പെങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്, എന്തായാലും അവർ ഒരുമിച്ച് അവിടെ കിടക്കാനേ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ റൂമിലേക്ക് പോവുക. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ ഗീതു പറയണ്ട, അയ്യോ ഉറങ്ങല്ലേ, കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാം, നീ മാപ്പ് പറയാനല്ലേ വന്നത്, മാപ്പ് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് ചോദിക്കേണ്ടല്ലെങ്കിൽ എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ രഘുരാം സാറിൻ്റെ മരുമകൻ കിഷോറാണെന്ന് നിനക്കറിയായിരുന്നല്ലോ, പിന്നെ നീ എന്താ അതെന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അത് പറയാൻ പലവട്ടം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നതല്ലേ കണ്ണേട്ടാ, നിങ്ങളെന്നെ ആട്ടി ഓടിക്കുമായിരുന്നില്ലേ, അതിനുശേഷം ഞാൻ നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് അയച്ചില്ലേ,
ചെയ്തില്ലേ, എന്നിട്ട് നിങ്ങൾ അതിന് റിപ്ലൈ തന്നില്ലല്ലോ റീഡ് ചെയ്തിട്ട്. നീ എനിക്ക് മെസ്സേജ് അയച്ചെന്നു, എപ്പോൾ അയച്ചെന്നു? അയ്യോ ഞാൻ അയച്ചിരുന്നു എന്നൊക്കെ പറയണം. ആ സമയത്ത് രാധികാമ്മ വരുണിനോട് പറയണ്ട, ഈശ്വര ആ മെസ്സേജ് ഞാനാണല്ലോ വായിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ, അവനെങ്ങനെ അത് തിരിച്ചറിയോ? ആ സമയത്ത് വരുൺ പറയണ്ടേ, ഈ ബോധമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെയൊന്നും തിരിച്ചറിയത്തൊന്നുമില്ലെന്ന് പറയുവാണ്. ആ സമയത്ത് ഗീതു പറയണ്ടേ, നിങ്ങളുടെ ഫോൺ എന്താ, ഞാൻ അയച്ച മെസ്സേജ് കാണിച്ചാലെന്ന് പറയാണ്. ഇല്ല നീ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ലെന്ന് ഗോവിന്ദ് പറയുമ്പോൾ ഞാൻ അയച്ചിട്ടുണ്ട്, എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങളത് റീഡ് ചെയ്തിട്ടുണ്ട് കണ്ണേട്ടാന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ രാധികാമ്മ ആകെ ടെൻഷനാവാൻ കേട്ടോ, ഗോവിന്ദ് എങ്ങാനും കണ്ടുപിടിക്കുമോ എന്നുള്ള ടെൻഷൻ മെസ്സേജിൻ്റെ കാര്യം. അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ ഫോൺ നിൻ്റെ കയ്യിൽ തരാം, നീ നോക്ക്, നിൻ്റെ മെസ്സേജ് ഒരെണ്ണം പോലും എനിക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കാണിക്കുകയാണ്. ആ സമയത്ത് ഗീതുവിൻ്റെ ഫോണും എടുക്കുന്നുണ്ട്. ദേ നോക്ക്, ഞാൻ അയച്ച ഡേറ്റും സമയവും എല്ലാം ഉണ്ട്, നിങ്ങളത് റീഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ, ബ്ലൂ ടിക്ക്. എന്നിട്ട് ആ മെസ്സേജ് എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഗോവിന്ദ് ആ മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വന്നിട്ടില്ലെന്ന് ഗോവിന്ദും പറയുവാണ്. ഞാൻ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു പിന്നെയും ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഗോവിന്ദ് ചോദിക്കും, അപ്പോൾ ആ മെസ്സേജ് എവിടെ പോയി എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് രാധികാമ്മ വരുവായിട്ട് പ്രശ്നം വഷളാവാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഡൈവേഴ്സ് ആവാൻ പോവല്ലേ, പിന്നെ എന്തിനാ ഇവൾ ഈ റൂമിൽ കണ്ണ എന്ന് പറയുമ്പോൾ, ഇവൾ എന്നോട് മാപ്പ് പറയാൻ വന്നതാണ് അമ്മേ. എടി ഗീതു, നീ എന്നോട് മാത്രമല്ല അമ്മയടുത്തും കൂടി മാപ്പ് പറയാൻ പറയുമ്പോൾ, അയ്യടാ എൻ്റെ പട്ടി മാപ്പ് പറയും എന്ന് പറയുമ്പോൾ, നീ എന്താടി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വരുൺ പറയുകയാണ്. ഒന്ന് മാറിക്കേ, എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം എന്നിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ രാധികാൻ പറയുന്നുണ്ട്, നീ റൂമിൽ നിന്ന് പോകാൻ നോക്ക്, കണ്ണൻ്റെ റൂമിൽ നിന്ന് പോകാൻ നോക്ക്, മാപ്പും കാര്യങ്ങളൊക്കെ ഇനി രാവിലെ പറയാം എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ഗീതു പോകുവാട്ടോ. ഗീതു പോയിരിക്കുമ്പോൾ രാധികാൻ പറയുന്നുണ്ട്, അവളുടെ കപട സ്നേഹത്തിൽ മോനെ കണ്ണ നീ വീണ് പോയത് കേട്ടോ എന്ന് പറയുമ്പോൾ, ഇല്ല അമ്മേ ഞാൻ ഒരിക്കലും വീഴില്ല, അവളുടെ കപട സ്നേഹത്തിന് മുമ്പിൽ ഞാൻ വീഴില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വീണ് കിടക്കുവാട്ടോ നമ്മുടെ ഗോവിന്ദ്. ആ ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ